Hi all, welcome to Wings to Win Education. Set economics-ന്റെ set and net economics-ന്റെ യൂണിറ്റ് മൈക്രോ എക്കണോമിക്സിലെ സപ്ലൈ ഓഫ് മണി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. First of all, what is money supply or supply of money? Supply of money means ഒരു കൺട്രിയുടെ ഒരു നേഷനിലെ എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വോളിയം അവൈലബിൾ ആയിട്ടുള്ള വോളിയമാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി medium of exchange available to the commodity for use in connection with economic activity of the country. ഒരു കൺട്രിയുടെ ഒരു നേഷൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ വേണ്ടിയിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ള മോണിറ്ററി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്ത് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എത്രത്തോളം മണി ആവശ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം മണി അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് കോൾഡ് സപ്ലൈ ഓഫ് മണി ഓർ മണി സപ്ലൈ. ഇനി കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ സപ്ലൈ ഓഫ് മണി മീൻസ് കറൻസി വിത്ത് ദി പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പബ്ലിക്കിൻ്റെ അടുത്തുള്ള കറൻസിയും കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സുമാണ് കെയ്ൻസ് സപ്ലൈ ഓഫ് മണി ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. കറൻസി വിത്ത് പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദാറ്റ് ഈസ് മണി സപ്ലൈ അക്കോർഡിംഗ് ടു ജെഎം കെയ്ൻസ്. അല്ലെങ്കിൽ അതർവൈസ് മണി സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് കറൻസി വിത്ത് ദി പബ്ലിക് പ്ലസ് ടൈം ഡെപ്പോസിറ്റ് പ്ലസ് ഡെപ്പോസിറ്റ്സ് ഓഫ് സേവിങ് ബാങ്ക്സ്. കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് മണി സപ്ലൈനെ എങ്ങനെ പറയാം? ഡിമാൻഡ് ഡെപ്പോസിറ്റും പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയും ടൈം ഡെപ്പോസിറ്റും സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റും ഇതെല്ലാം കൂടിയതാണ് മണി സപ്ലൈ എന്നുള്ള ഒരു വൈഡ് കോൺസെപ്റ്റും കൂടെ നിലനിൽക്കുന്നുണ്ട്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക്കിൻ്റെ കറൻസിയും കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ ഡിമാൻഡ് ഡെപ്പോസിറ്റും മാത്രമാണ് സപ്ലൈ ഓഫ് മണി ആയിട്ട് കണക്കാക്കുന്നത്. ഏപ്രിൽ 1977 ഏപ്രിൽ മുതൽ RBI മണി സപ്ലൈനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മണി സപ്ലൈയുടെ 4 കോൺസെപ്റ്റ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രം ഏപ്രിൽ 1977. ഏതൊക്കെയാണ് ആ 4 കോൺസെപ്റ്റ്സ്? M1, M2, M3 ആൻഡ് M4. ഇങ്ങനെ 4 മെഷേഴ്സാണ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ M1 നാരോ മണി എന്നും അറിയപ്പെടുന്നുണ്ട്. M1 എന്ന് പറയുന്നത് നാരോ മണി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് M1? എന്തൊക്കെ കൂടിയതാണ് M1 ഈസ് ഈക്വൽ ടു C പ്ലസ് D പ്ലസ് OD. C മീൻസ് കറൻസി വിത്ത് പബ്ലിക്, D മീൻസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, OD മീൻസ് അതർ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ M1 എന്ന് പറയുന്നത് ഏറ്റവും നാരോ കോൺസെപ്റ്റാണ്, നാരോ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നാരോ മണി എന്നാണ് M1 അറിയപ്പെടുന്നത്. M1 ഈസ് ഈക്വൽ ടു C പ്ലസ് D പ്ലസ് OD. C കറൻസി വിത്ത് പബ്ലിക്, D ഡിമാൻഡ് ഡെപ്പോസിറ്റ്, OD അതർ ഡെപ്പോസിറ്റ്സ്. ദെൻ M2 എന്ന് പറയുന്നത് M1-നേക്കാളും കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. M2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് ദി പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്. M1-ൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റും കൂടെ ആഡ് ചെയ്തതാണ് എന്ത് M2 എന്ന് പറയുന്നത്. M2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്. ദെൻ M3 ആണ് ബ്രോഡ് മണി എന്നറിയപ്പെടുന്നത്. M3 ഈസ് ഓൾസോ നോൺ ആസ് ബ്രോഡ് മണി. M3 ഈസ് ഈക്വൽ ടു M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് ദി ബാങ്ക്. M1-ൻ്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റും കൂടെ ആഡ് ചെയ്തതാണ്. M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് ദി ബാങ്ക് ഈസ് കോൾഡ് M3 ഓർ ബ്രോഡ് മണി. ഓർത്തു വെക്കുക, M1 എന്ന് പറയുന്നത് നാരോ മണി എന്നും M3 എന്ന് പറയുന്നത് ബ്രോഡ് മണി എന്നുമാണ് അറിയപ്പെടുന്നത്. ബ്രോഡ് മണി M4 അല്ല, M3 ആണ് ബ്രോഡ് മണി. Then the fourth concept is M4. M4 is equal to M3 plus total deposit of post office saving organization. അപ്പോൾ M3-യുടെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റും കൂടെ ചേർന്നതാണ് എന്ത് M4 എന്ന് പറയുന്ന 4th കോൺസെപ്റ്റ്. ഇതാണ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സപ്ലൈ ഓഫ് മണീനെ ഡിഫൈൻ ചെയ്യുന്ന 4 കോൺസെപ്റ്റ്സ്. M1, M2, M3 ആൻഡ് M4. M1 is known as narrow money and M3 is known as broad money. മണി സപ്ലൈയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഹൈ പവേർഡ് മണി എന്നറിയപ്പെടുന്നത്. ഹൈ പവേർഡ് മണീനെ
റിസർവ് മണി അല്ലെങ്കിൽ മോണിറ്ററി ബേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഹൈ പവേർഡ് മണി ഈസ് ഓൾസോ നോൺ ആസ് റിസർവ് മണി ഓർ മോണിറ്ററി ബേസ്. റിസർവ് മണി എന്നും മോണിറ്ററി ബേസ് എന്നും ഹൈ പവേർഡ് മണി അറിയപ്പെടുന്നുണ്ട്. ഈ ഹൈ പവേർഡ് മണി ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റും RBI കൂടെ ചേർന്നിട്ടാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ്, യൂണിയൻ ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഹൈ പവേർഡ് മണി ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എന്തെല്ലാം കൂടിയതാണ് ഈ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്? ഈ ഹൈ പവേർഡ് മണിയിൽ കറൻസി ഇഷ്യൂഡ് ഈസ് ഹെൽഡ് ബൈ ദി പബ്ലിക് ആൻഡ് എ പാർട്ടി ഈസ് ഹെൽഡ് ബൈ ബാങ്ക് ആസ് റിസർവ്സ്. കറൻസി, പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയും ബാങ്കിൽ കീപ്പ് ചെയ്തിട്ടുള്ള റിസർവും കൂടെ കൂടിയതാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പവേർഡ് മണി സം ഓഫ് കറൻസി ഹെൽഡ് ബൈ ദി പബ്ലിക് ആൻഡ് ദി പാർട്ട് ഹെൽഡ് ബൈ ദി ബാങ്ക് ആസ് റിസർവ്സ്. ബാങ്കുകളിൽ റിസർവായി കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മണിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള മണിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഹൈ പവേർഡ് മണി ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെയാണ്. ഇനി ഹൈ പവേർഡ് മണിയുടെ മറ്റൊരു പേരാണ് റിസർവ് മണി അല്ലെങ്കിൽ മോണിറ്ററി ബേസ്. H is equal to C+R. ഇതാണ് ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി ഈസ് ഈക്വൽ ടു H ഡിനോട്ട്സ് ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി ഈസ് ഈക്വൽ ടു C+R. C എന്ന് പറയുന്നത് കറൻസി ഹെൽഡ് ബൈ ദി പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയാണ് C. ദെൻ R ഈസ് ദി ക്യാഷ് റിസർവ്സ് ഓഫ് കറൻസി വിത്ത് ദി ബാങ്ക്സ്. ബാങ്കുകളിലെ റിസർവായി കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് ആണ് R എന്ന് പറയുന്നത്. ഈ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയും റിസർവ് ആയിട്ട് ബാങ്കുകളിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി ഈസ് ഓൾസോ നോൺ ആസ് റിസർവ് മണി ഓർ മോണിറ്ററി ബേസ്. And high powered money is issued by both the government and Reserve Bank of India. It is the sum of currency held by the public and the part held by the bank as reserve. Thus H is equal to C+R. Theory of high powered money അല്ലെങ്കിൽ തിയറി ഓഫ് മണി സപ്ലൈ. ഹൈ പവേർഡ് മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. This theory explains what determines the stock of supply of money in the economy. Stock of money supply determine ചെയ്യുന്നത് എന്താണ് എന്നാണ് ഈ ഒരു തിയറി അവതരിപ്പിക്കുന്നത്. മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. തിയറി ഓഫ് മണി സപ്ലൈ ഇസ് ബേസ്ഡ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണിയുടെ സപ്ലൈയും ഡിമാൻഡും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി നിലവിൽ വന്നിട്ടുള്ളത്. ഇതിനെ ദി H തിയറി ഓഫ് മണി സപ്ലൈ എന്നും അറിയപ്പെടുന്നുണ്ട്. H തിയറി ഓഫ് മണി സപ്ലൈ എന്ന് ചില എക്കണോമിക്സുകൾ പറയുന്നുണ്ട്. പക്ഷേ പോപ്പുലർലി ഇറ്റ് ഈസ് നോൺ ആസ് മണി മൾട്ടിപ്ലയർ തിയറി ഓഫ് മണി സപ്ലൈ. മണി മൾട്ടിപ്ലയർ തിയറി എന്നുള്ളതാണ് പോപ്പുലർ നെയിം. പക്ഷേ ഇതിന് H തിയറി ഓഫ് മണി സപ്ലൈ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മണി മൾട്ടിപ്ലയർ തിയറിയും H തിയറി ഓഫ് മണി സപ്ലൈയും സെയിം ആണ്. മണി മൾട്ടിപ്ലയർ തിയറിയുടെ മറ്റൊരു നെയിമാണ് H തിയറി ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോപ്പുലർ നെയിം മണി മൾട്ടിപ്ലയർ തിയറി എന്നാണ്. ഈ മണി മൾട്ടിപ്ലയർ തിയറി എന്ന് ഈ ഒരു തിയറിക്ക് വരാൻ കാരണം മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് ഹൈ പവേർഡ് മണീൻ്റെ ഒരു മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ ഓഫ് ഹൈ പവേർഡ് മണിയാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മണി മൾട്ടിപ്ലയർ തിയറി ഓഫ് മണി സപ്ലൈ എന്ന് ഈ ഒരു തിയറി അറിയപ്പെടാൻ കാരണം. ഇനി ഹൈ പവേർഡ് മണിയും മണി സപ്ലൈയും ഒക്കെ കാണിക്കുന്ന ഒരു ഫിഗറിൻ്റെ ബേസിലാണ് ഈ ഒരു തിയറി അവതരിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത് കാണിക്കുന്നത്, ഇവിടെ താഴെ ഹൈ പവേർഡ് മണിയാണ്. നമ്മുടെ സിയും ആറും കൂടിയതാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അതാണ് ലോവർ പോർഷൻ കാണിക്കുന്നത്. സി എന്ന് പറയുന്നത് കറൻസി വിത്ത് പബ്ലിക് ആണ്. ആർ എന്ന് പറയുന്നത് റിസർവ്സ് ഇൻ ദി ബാങ്ക്സ് ആണ്. ദെൻ ഇവിടെ അപ്പർ പോർഷൻ കാണിക്കുന്നത് കറൻസിയും ഡിമാൻഡ് ഡിപ്പോസിറ്റും, അതായത് കറൻസി പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ, ടോട്ടൽ മണി സപ്ലൈ ആണ് അപ്പർ പോർഷനിൽ കാണിക്കുന്നത്. കറൻസിയും ഡിമാൻഡ് ഡിപ്പോസിറ്റും കൂടിയിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അപ്പർ പോർഷനിൽ കാണിക്കുന്നത്. ഇനി ലോവർ പോർഷൻ എന്തായിരുന്നു, നമ്മുടെ ഹൈ പവേർഡ് മണിയാണ് അല്ലേ. സിയും ആറും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും
നമുക്ക് മനസ്സിലാക്കാം ഈ കറൻസിയും അല്ലേ ഹൈപ്പർവേർഡ് മണിയിലെ കറൻസിയും ടോട്ടൽ മണി സപ്ലൈയിലെ കറൻസിയും തമ്മിൽ ഒരു 1-to-1 റിലേഷൻ ഉണ്ട്. ഇത് ഏകദേശം എന്താണ് സെയിം ആണ് അല്ലേ, ഇതും സെയിം ആണ്. പക്ഷെ ഇവിടെ നോക്കുക, റിസർവും ഡിമാൻഡ് ഡെപ്പോസിറ്റും എന്തല്ല, സെയിം അല്ല. റിസർവിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കറൻസിയും തമ്മിൽ ഒരു 1-to-1 റിലേഷൻ ഉണ്ട്. പക്ഷേ ഈ റിസർവിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കുക, റിസർവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സർട്ടൻ മൾട്ടിപ്പിൾ ആയിട്ടാണ് എന്ത് വരുന്നത്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് വരുന്നത്. അതായത് ബാങ്കിൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ആയിട്ട് ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട് എന്നതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കറൻസി വിത്ത് പബ്ലിക് ഇൻ ഹൈപ്പർവേർഡ് മണിയും ടോട്ടൽ മണി സപ്ലൈയുടെ കറൻസിയും എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. ഇതൊരു 1-to-1 റിലേഷൻ ഇസിയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ റിസർവിൻ്റെ സർട്ടൻ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വരുന്നത്. 1 രൂപ നമ്മൾ ബാങ്കിൽ ഹൈപ്പർവേർഡ് മണിയിലെ ബാങ്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്താൽ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഡിപ്പോസിറ്റ്സ് റൈസ് ചെയ്യും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കറൻസികൾ തമ്മിൽ 1-to-1 റിലേഷനും റിസർവും ഡിമാൻഡ് ഡെപ്പോസിറ്റും തമ്മിൽ ഒരു മൾട്ടിപ്പിൾ റിലേഷനുമാണുള്ളത്. റിസർവിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആര് വരുന്നത്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വരുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു റിലേഷൻ മനസ്സിലാക്കാം. എന്താണ്, മണി സപ്ലൈയും ഹൈപ്പർവേർഡ് മണിയും ഡിറ്റർമിൻ ചെയ്യുന്നത് മണി മൾട്ടിപ്ലയർ ആണ്. മണി സപ്ലൈ ആൻഡ് ഹൈപ്പർവേർഡ് മണി ഈസ് ഡിറ്റർമിൻഡ് ബൈ മണി മൾട്ടിപ്ലയർ. ഇതിൽ നിന്നും മണി മൾട്ടിപ്ലയറിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ എം ഈസ് ഈക്വൽ ടു MS/H. MS മീൻസ് മണി സപ്ലൈ, H മീൻസ് ഹൈപ്പർവേർഡ് മണി. അപ്പോൾ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് മണി സപ്ലൈയും ഹൈപ്പർവേർഡ് മണിയും തമ്മിലുള്ള റേഷ്യോ ആണ്. Ratio of total money supplied to the stock of hyperweight money is known as money multiplier. Small letter m, money multiplier is equal to money supply divided by hyperweight money. ഇതിൽ നിന്നും മണി സപ്ലൈ എങ്ങനെ കിട്ടും, മണി സപ്ലൈ is equal to ഈ സ്മോൾ എം ഇൻറ്റു എച്ച് അല്ലെ, സ്മോൾ എം ഇൻറ്റു എച്ച് ആണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇനി എച്ച് എങ്ങനെ കിട്ടും, എച്ച് is equal to money supply divided by money multiplier. ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. ഇത് പഠിച്ചു വെക്കുക. സ്മോൾ എം അതായത് മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈപ്പർവേർഡ് മണി എന്നുള്ളതാണ് മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ. The next one is determination of the money supply. മണി സപ്ലൈ എങ്ങനെയൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മണി സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 തിയറീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 തിയറീസ് പ്രകാരം പല രീതിയിലാണ് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫസ്റ്റ് തിയറി പ്രകാരം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി ഫസ്റ്റ് വ്യൂ പ്രകാരം മണി സപ്ലൈ ഈസ് ഡിറ്റർമിൻഡ് ബൈ എക്സോജീനിയസ്ലി. മണി സപ്ലൈ എക്സോജീനിയസ് ആയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യൂവിൽ പറയുന്നത്. മണി സപ്ലൈ ഈസ് ഡിറ്റർമിൻഡ് by exogenously by the central bank. ഒരു കൺട്രിയിലെ സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ് എന്ത് തീരുമാനിക്കുന്നത്, മണി സപ്ലൈ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യൂ പോയിന്റ്. ഇനി മറ്റൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് മണി സപ്ലൈ ഇസ് ഡിറ്റർമിൻഡ് എൻഡോജീനിയസ്ലി ബൈ ചേഞ്ചസ് ഇൻ ദി ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ചേഞ്ചസിനനുസരിച്ച് എൻഡോജീനിയസ്ലി ആണ് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ പീപ്പിളിന് കറൻസി ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒരു അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഡിസയർ, കറൻസി ഹോൾഡ് ചെയ്യുന്നതിനുള്ള പീപ്പിളിൻ്റെ ഡിസയർ, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിസർവ്, ഇതുപോലുള്ള പല കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എൻഡോജീനിയസ്ലി തന്നെ മണി സപ്ലൈ ചേഞ്ച് വരും അല്ലെങ്കിൽ മണി സപ്ലൈ ഡിറ്റർമിൻഡ് ആവും എന്നുള്ളതാണ് സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2 ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മണി സപ്ലൈ ബോത്ത് എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് ഫാക്ടേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എക്സോജീനിയസും എൻഡോജീനിയസുമായിട്ടുള്ള ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഏതൊക്കെയാവാം, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ, നമ്മൾ CRR എന്നറിയപ്പെടുന്ന ക്യാഷ് റിസർവ് റേഷ്യോ, ലെവൽ ഓഫ് ബാങ്ക് റിസർവ്, നമ്മളെ ബാങ്കുകളിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റിസർവ്സ്, ദെൻ ഡിസയർ ഓഫ് ദി പീപ്പിൾ ടു ഹോൾഡ് കറൻസി. നമ്മൾ റിസർവും അതുപോലെ തന്നെ ഡിസയർ ഓഫ് ദി പീപ്പിൾ ടു ഹോൾഡ് കറൻസിയും കൂടെ നമ്മൾ ഒരുമിച്ചൊരു പേര് പറയാറുണ്ട്, ദാറ്റ് ഈസ് ഹൈപ്പർവേർഡ് മണി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹൈപ്പർവേർഡ് മണി. ഈ ഹൈപ്പർവേർഡ് മണിയുടെ കൂടെ ക്യാഷ് റിസർവ് റേഷ്യോ പോലുള്ള മെത്തേഡ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള
ടൂൾസും കൂടെ ആഡ് ചെയ്തിട്ട് ഇവരെല്ലാം കൂടെയാണ് എന്ത് തീരുമാനിക്കുന്നത്, മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മണി സപ്ലൈ ഒരു എക്സോജീനിയസ് ഫാക്ടറാണോ എൻഡോജീനിയസ് ഫാക്ടറാണോ അല്ലെങ്കിൽ എൻഡോജീനിയസ്ലി ആണോ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സോജീനിയസ്ലി ആണോ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് പറയാനാവില്ല. കാരണം എന്താണ്, രണ്ട് വ്യൂവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മണി സപ്ലൈ എക്സോജീനിയസ് ഫാക്ടേഴ്സും എൻഡോജീനിയസ് ഫാക്ടേഴ്സും കൂടെ ചേർന്നിട്ടാണ് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. Next one, deposit multiplier. What is deposit multiplier? Deposit multiplier is the ratio of changes in total deposits to a change in reserves. നമ്മുടെ റിസർവ്സ് ബാങ്കിൽ കീപ്പ് ചെയ്തിട്ട് റിസർവ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ ഡെപ്പോസിറ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ ടോട്ടൽ ഡെപ്പോസിറ്റ് ടു എ ചേഞ്ച് ഇൻ റിസർവ്സ്. റിസർവ്സിലെ ചേഞ്ച് അനുസരിച്ച് ടോട്ടൽ ഡെപ്പോസിറ്റിൽ വരുന്ന ചേഞ്ച്, ഇതിൻ്റെ റേഷ്യോ ആണ് എന്തറിയപ്പെടുന്നത്, ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്നറിയപ്പെടുന്നത്. ഇത് എന്തുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRRുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ CRRുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിസർവിലെ ചേഞ്ചസ് അനുസരിച്ച് ടോട്ടൽ ഡെപ്പോസിറ്റിൽ വരുന്ന ചേഞ്ചിനെയാണ് ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ക്യാഷ് റിസർവ് റേഷ്യോ, CRR. വാട്ട് ഈസ് CRR? CRR എന്ന് പറയുമ്പോൾ നമുക്കറിയാം, CRR മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഒരു പാർട്ട്, ഒരു നിശ്ചിത പോർഷൻ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു നാഷൻ്റെ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനെയാണ് CRR എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വരുന്ന ഡെപ്പോസിറ്റ്സ് അതിൻ്റെ ഒരു പാർട്ട് എത്രയാണോ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. CRR ചിലപ്പോൾ 6%, 5%, 4%, 3% ഒക്കെ ആയിരിക്കാം. അപ്പോൾ RBI പറയും CRR 4% എന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 4% എവിടെ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പാർട്ട് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത് പോർഷനാണ് CRR എന്നറിയപ്പെടുന്നത്. ഈ CRR റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ്. ഇനിയും ഈ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോയുടെ റെസിപ്രോക്കലാണ്. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, DM ഈസ് ഈക്വൽ ടു 1/R. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് DM എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് മൾട്ടിപ്ലയർ ആണ്, R എന്ന് പറയുന്നത് CRR ആണ്. അപ്പോൾ CRRൻ്റെ ക്യാഷ് റിസർവ് റേഷ്യോയുടെ റെസിപ്രോക്കലാണ് എന്ത്, ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ കാണാൻ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ മുമ്പ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു പ്രാവശ്യത്തെ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഡെപ്പോസിറ്റ് CRR തന്നിട്ട് അതിൽ നിന്നും നമ്മുടെ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ കാണാനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടി എങ്ങനെയാണത് കാണുന്നത്, എന്താണത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഈസ് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഹൈപ്പവേർഡ് മണി കണ്ട സമയത്ത് മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മണി മൾട്ടിപ്ലയർ സ്മോൾ m എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ m ഈസ് ഈക്വൽ ടു, സ്മോൾ ലെറ്റർ m ഈസ് ഈക്വൽ ടു MS ഡിവൈഡഡ് ബൈ H. MS മീൻസ് മണി സപ്ലൈ, H മീൻസ് ഹൈപ്പവേർഡ് മണി. അപ്പോൾ മണി സപ്ലൈയും ഹൈപ്പവേർഡ് മണിയും തമ്മിലുള്ള റേഷ്യോ ആയിരുന്നു മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മണി സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹൈപ്പവേർഡ് മണിയുടെ സെർട്ടൈൻ മൾട്ടിപ്പിളാണ് എന്ത് മണി സപ്ലൈ എന്ന് പറയുന്നത്. മൾട്ടിപ്ലയർ എമൗണ്ടിൽ ഹൈപ്പവർ മണീൻ്റെ സെർട്ടൈൻ മൾട്ടിപ്ലയർ എമൗണ്ടിലായിരിക്കും മണി സപ്ലൈ ഒരു ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്. ഇനി ഇത് റിസർവുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടില്ലേ. സ്മോൾ ഇൻക്രീസ് ഇൻ റിസർവ് ഓഫ് കറൻസി വിത്തിൻ ബാങ്ക് ലീഡ്സ് എ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. റിസർവിൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ അത് മൾട്ടിപ്പിൾ എക്സ്പാൻഷനിൽ മണി സപ്ലൈനെ വർദ്ധിപ്പിക്കും. ഇവിടെ ഡിമാൻഡ് മീൻസ് മണി സപ്ലൈനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ഇൻക്രീസസ്, റിസർവിൽ സ്മോൾ ഇൻക്രീസ് ആണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അത് മണി സപ്ലൈയുടെ മൾട്ടിപ്പിൾ എക്സ്പാൻഷനിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഇഫക്റ്റിലായിരിക്കും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. റിസർവ് ഇൻക്രീസ് ചെയ്യുന്ന അതേ തോതിലായിരിക്കില്ല മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ടിലായിരിക്കും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ കണ്ടിരുന്നു അല്ലേ. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ നമുക്ക് മുന്നിൽ എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇറ്റ് ഇസ് ദ
opposite of അല്ലെങ്കിൽ reciprocal of cash reserve ratio എന്ന് പറഞ്ഞു അല്ലേ. reciprocal of cash reserve ratio DM is equal to 1/R ആയിരുന്നു അല്ലേ. അതായത് അതെന്താണ് നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്, how much increase in demand deposit or money supply occur as a result of given increase in cash reserve. cash reserveലുള്ള ഇൻക്രീസിനനുസരിച്ച് മണി ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ മണി സപ്ലൈയിൽ എത്രത്തോളം ഇൻക്രീസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ പറയുന്നത്. ഇനി ഇങ്ങനെ മണി മൾട്ടിപ്ലയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻക്രീസ് ഇൻ ക്യാഷ് റിസർവ് ഡ്രെയിനേജ് ഓഫ് കറൻസി ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ മണി സപ്ലൈയുടെ അത്രത്തോളം റിസർവിനനുസരിച്ച് മണി സപ്ലൈയിൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ക്യാഷ് റിസർവിനനുസരിച്ച് മണി മൾട്ടിപ്ലയർ എമൗണ്ടിൽ ഒരിക്കലും ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിന് ആനുപാതികമായിട്ടുള്ള ഒരു ഇൻക്രീസിങ് എവിടെ ഉണ്ടാവില്ല, മണി സപ്ലൈയിൽ ഉണ്ടാവില്ല. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിൻ്റെ അത്രത്തോളം ഇൻക്രീസ് മണി മൾട്ടിപ്ലയറിൽ ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഡ്രെയിനേജ് ഓഫ് കറൻസി ഉണ്ടാവാം, ക്യാഷ് റിസർവിലുള്ള മാറ്റം, ഇത്തരത്തിലുള്ള ചേഞ്ചസ് റിയൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കും. കറൻസി ഡ്രെയിനേജും ക്യാഷ് റിസർവ്സിലുള്ള ചേഞ്ചസ് ഒക്കെ റിയൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾവേസ് മണി മൾട്ടിപ്ലയർ ഈസ് ലെസ് ദാൻ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ആയിരിക്കും. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിന്റെ അതേ തോതിലായിരിക്കില്ല മണി മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കുന്നത്. ഓൾവേസ് മണി മൾട്ടിപ്ലയർ ഈസ് ലെസ് ദാൻ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ആയിരിക്കും എല്ലായ്പ്പോഴും കൂടുതൽ, മണി മൾട്ടിപ്ലയർ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിനേക്കാളും കുറവായിരിക്കും. ഇതെല്ലാം മണി മൾട്ടിപ്ലയറിന്റെ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് മണി മൾട്ടിപ്ലയർ എന്നുള്ളത് പറഞ്ഞു. ഇനി മണി സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു അല്ലേ. ഹൈപ്പർവൈറ്റ് മണീൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണെന്ത് മണി സപ്ലൈ ആയിട്ട് വരുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോയും മണി സപ്ലൈയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടു. ഇനി മണി മൾട്ടിപ്ലയറും നമ്മൾ മുമ്പ് കണ്ട ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറും തമ്മിലുള്ള റിലേഷൻ കണ്ടു അല്ലേ. മണി മൾട്ടിപ്ലയറും ഡിപ്പോസിറ്റ് മൾട്ടിപ്ലയറും ഓൾവേസ് നോട്ട് ഈക്വൽ അല്ലേ, നോട്ട് ദി സെയിം. മണി മൾട്ടിപ്ലയർ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഡിപ്പോസിറ്റ് മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ എപ്പോഴും ഡിപ്പോസിറ്റ് മൾട്ടിപ്ലയറിനേക്കാൾ കുറവായിരിക്കും. അതിന് കാരണം എന്താ? റിയൽ വേൾഡിൽ ഡ്രെയിനേജ് ഓഫ് കറൻസീസ് സംഭവിക്കാം, റിസർവ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം കാരണം എപ്പോഴും എന്ത് സംഭവിക്കില്ല, ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറും മണി മൾട്ടിപ്ലയറും ഒന്നായിരിക്കില്ല. മണി മൾട്ടിപ്ലയർ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷനാണ് എന്താണ്? എം അല്ലെ, സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു M/H എന്നുള്ളതാണ് നമ്മുടെ മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്മോൾ ലെറ്റർ എം ഡിനോട്ട്സ് മണി മൾട്ടിപ്ലയർ, ക്യാപിറ്റൽ ലെറ്റർ എം ഡിനോട്ട്സ് മണി സപ്ലൈ, എച്ച് ഹൈപ്പവേർഡ് മണി. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് മണി മൾട്ടിപ്ലയറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്കാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്, ഹൈപ്പർവേർഡ് മണി ഫിക്സ് ചെയ്യുന്നത് അല്ലേ. ഹൈപ്പർവേർഡ് മണി ഫിക്സ് ചെയ്യുന്നത് ഓരോ നാഷൻ്റെയും ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കാണ്. ഇനി ഈ ഹൈപ്പർവേർഡ് മണിയുടെ ഡിമാൻഡ് വരുന്നത് ഫ്രം പബ്ലിക് ആൻഡ് അനദർ ഫ്രം ബാങ്ക്സ് തന്നെയാണ് അല്ലേ. ഒന്ന് പബ്ലിക്കിന് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള ഡെപ്പോസിറ്റ്സ്, അതാണ് സി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന. പബ്ലിക് കൈവശം വെക്കേണ്ട അല്ലെങ്കിൽ പബ്ലിക്കിന് കൈവശം വെക്കാൻ അവർ ഹോൾഡ് ചെയ്യുന്ന കറൻസി, അവർ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഡിസൈർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിമാൻഡ് വരുന്നത് ഹൈപ്പർവേർഡ് മണിയുടെ ഡിമാൻഡ് ഒന്ന് വരുന്നത് പബ്ലിക്കിൽ നിന്നുമാണ്. പബ്ലിക് എന്താണ് കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഒരു ഡിമാൻഡ് കംസ് ഫ്രം പബ്ലിക്. ദെൻ അനദർ ഡിമാൻഡ് കംസ് ഫ്രം ബാങ്ക് അല്ലെ. അവർ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റിസർവ്സ് അല്ലെ, ആർ. അപ്പോൾ ഈ സിയും പബ്ലിക്കിന്റെ കറൻസിയും അതുപോലെ തന്നെ ആറും കൂടെ ചേർന്നിട്ട് റിസർവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഹൈപ്പർവേർഡ് മണി എന്ന് പറയുന്നത്. ഹൈപ്പർവേർഡ് മണിയുടെ ഡിമാൻഡ് വരുന്നത് ഫസ്റ്റ് ഫ്രം പബ്ലിക് ആൻഡ് അനദർ ഫ്രം ബാങ്ക്സ് ആണ്. ഇനി പബ്ലിക് എന്ത് ചെയ്യും, കറൻസി ഡെപ്പോസിറ്റിന്റെ സെർട്ടൈൻ റേഷ്യോ അവരുടെ കൈവശം വെക്കാൻ, കറൻസി ഡെപ്പോസിറ്റ് ആയിട്ട് അവരുടെ കൈവശം വെക്കാൻ ആഗ്രഹിക്കും. അതിനെയാണ് നമ്മൾ കെ എന്ന്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കെ എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് കറൻസി ടു ഡിപ്പോസിറ്റ്സ്. പബ്ലിക് വിഷസ് ടു ഹാവ് എ സെർട്ടൈൻ റേഷ്യോ ഓഫ് കറൻസി ടു ഡെപ്പോസിറ്റ് അല്ല. കറൻസിയുടെ റേഷ്യോ
കറൻസി ആയിട്ട് അവരുടെ കൈവശം വെക്കാനുള്ള റേഷ്യോ ആണ്, പബ്ലിക് വിഷ് ചെയ്യുന്ന റേഷ്യോ ആണ് കെ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ സി എന്ന് പറഞ്ഞ അതേ സാധനമാണ് ഇവിടെ കെ എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? സെർട്ടൻ റേഷ്യോ ഓഫ് കറൻസി ടു ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിന് പകരമായിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്നും എത്ര കറൻസി ആയിട്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ റേഷ്യോ ആണ് കെ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആർ, സ്മോൾ ലെറ്റർ ആർ എന്നാണ് റിസർവ് ചെയ്യുന്നത്. റിസർവ് ടു ഡിപ്പോസിറ്റ്, ഡിപ്പോസിറ്റിന്റെ എത്ര ഭാഗം റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നു, അതാണ് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ കെയും ആറും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ആറും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഫസ്റ്റ് വൺ കറൻസി, റേഷ്യോ ഓഫ് കറൻസി ടു ഡെപ്പോസിറ്റ്, അതാണ് കെ എന്ന് പറയുന്നത് അല്ലെ. ഡെപ്പോസിറ്റിന്റെ എത്ര കറൻസി ആയിട്ട് കീപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കെ. ദെൻ റേഷ്യോ ഓഫ് റിസർവ് ടു ഡിപ്പോസിറ്റ്, ഡിപ്പോസിറ്റിന്റെ എത്ര റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സ്മോൾ ലെറ്റർ ആർ അല്ലെ. ഇനി നോക്കാം, ഇവിടെ സി എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ സി എന്ന് പറയുന്നത് എന്താണ്? the desired amount of currency by the public which we denote by C. നമ്മൾ നേരത്തെ സി എന്നുള്ളത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ട് സി എന്ന ഡിനോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സി എന്ന് പറയുന്നത് എന്തിനെയായിരുന്നു ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡിസയർ ഓഫ് എ പബ്ലിക് ടു ഹോൾഡ് കറൻസി ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീപ്പിളിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ ഡിസയർ, അതിനെയാണ് സി എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ഡിപ്പോസിറ്റ് വിച്ച് വി ഓൾ ആസ് ഡി അല്ലെ, which we call as D. അപ്പോൾ C is equal to KD എന്നുള്ളത് നമുക്ക് കിട്ടും. കെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് കെ, കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ. അതായത് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ കറൻസി ഡെപ്പോസിറ്റിന്റെ എത്ര ഭാഗം നമ്മൾ കറൻസി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു, നമ്മൾ നേരത്തെ കണ്ട കെ, അതും പിന്നെ ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ എമൗണ്ട് പബ്ലിക് ഹോൾഡ് ചെയ്യാൻ, അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഡിസൈഡ് എമൗണ്ട് ഓഫ് കറൻസി ബൈ ദി പബ്ലിക് കിട്ടുന്നത്. ഡിസൈഡ് എമൗണ്ട് ഓഫ് കറൻസി ബൈ ദി പബ്ലിക് ആണത് സി എന്ന് പറയുന്നത്. ഈ സി ഈസ് ഈക്വൽ ടു കെ ഡി ആണ് അല്ലെ. കെ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റിന്റെ എത്ര ഭാഗം കറൻസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അതിന്റെ റേഷ്യോ ആണ് കെ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ ഡിപ്പോസിറ്റ് ബി ഡിനോട്ട്സ് ആസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. അപ്പോൾ നമുക്ക് സി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? സി ഈസ് ഈക്വൽ ടു കെ ഡി എന്നുള്ളതാക്കി മാറ്റാം. R represents the total reserve desired by the banks. ടോട്ടൽ റിസർവ്, ഇവിടെ ടോട്ടൽ ഡിപ്പോസിറ്റ് ആയിരുന്നു ഡി അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്താണ്? ടോട്ടൽ റിസർവ്സ് ആണ്, ബാങ്കുകൾ കീപ്പ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ റിസർവിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ടോട്ടൽ റിസർവ് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു ഡിക്ക് ഈക്വൽ ആയിരിക്കും. ഡിസൈഡ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ ആണ് ആർ എന്ന് പറയുന്നത്. ഡിസൈഡ് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ ആണ് എന്ത്? ആർ എന്ന് പറയുന്നത്. ഈ ആർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് ആണല്ലേ. ഈ ഒരു രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. നമ്മുടെ ഹൈപ്പർവേഡ് മണി എങ്ങനെയായിരുന്നു? ഹൈപ്പർവേഡ് മണി ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു സി പ്ലസ് ആർ ആയിരുന്നു അല്ലെ. എച്ച് ഈസ് ഈക്വൽ ടു സി പ്ലസ് ആർ ആയിരുന്നു. സി എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതി? സി ഈസ് ഈക്വൽ ടു കെ ഡി. ദാറ്റ് ഈസ് വൈ വി ഡിനോട്ട് സി ആസ് കെ ഡി പ്ലസ് ആർ ഡി. ആർ ഈസ് ഈക്വൽ ടു നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു ഡി അല്ലെ. ആർ ഡി എന്നുള്ളതാക്കി മാറ്റി നോക്കാം. ഈ ഡി എന്ന് പറയുന്നത് കോമൺ ആണ്, അപ്പോൾ നമ്മൾ ഡീനെ പുറത്തെടുത്തിട്ട് അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? കെയും ആറും ഉണ്ട് അല്ലെ. കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈപ്പർവേഡ് മണിയാണ് അല്ലെ. ഹൈപ്പർവേഡ് മണി എച്ച് ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ഹൈപ്പർവേഡ് മണി അല്ലെങ്കിൽ ഹൈപ്പർവേഡ് മണി ഈസ് ഈക്വൽ ടു കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി. എങ്ങനെയാണ്? സീനെയും ആറിനെയും നമ്മൾ പല രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സീനെയും ആറിനെയും എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്ത് ഇക്വേഷൻ കിട്ടി? എച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മൾ ഹൈപ്പർവേഡ് മണിയുടെ ഇക്വേഷൻ കണ്ടുല്ലേ. ഇനി നമുക്ക് മണി സപ്ലൈ നോക്കാം. മണി സപ്ലൈ എന്ന് പറയുന്നത്, മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? പബ്ലിക് ഫോർ കറൻസി ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്. പബ്ലിക്കിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റും പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയും അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡെപ്പോസിറ്റും കൂടിയിട്ടാണ് മണി സപ്ലൈ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എം ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് എഴുതാം. എം എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്. സി എന്ന് പറയുന്നത് കറൻസിയുടെ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള കറൻസിയാണ്. ഡി എന്ന് പറയുന്നത് പബ്ലിക് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കറൻസിയാണ്, അതിനെ നമ്മൾ കെ ഡി എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മുമ്പത്തെ സ്ലൈഡിൽ നോക്കിയാൽ അറിയാം, അതിൽ കെ ഡി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്?
സീനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ മണി സപ്ലൈ ഈസ് ഈക്വൽ ടു കെ ഡി പ്ലസ് ഡി എന്നുള്ളത്. അപ്പോൾ ഡി കോമൺ ആയത് കാരണം നമ്മൾ എന്ത് ചെയ്തു, ഡീനെ പുറത്തെടുത്തിട്ട് 1 പ്ലസ് കെ എന്നുള്ളത് എഴുതില്ല. 1 പ്ലസ് കെ ഇൻറ്റു ഡി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് കെ ഇൻറ്റു ഡി. നമ്മുടെ നമുക്ക് നേരത്തെ കിട്ടിയത് എന്തായിരുന്നു, എച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് ആർ ഡി ആയിരുന്നു അല്ലേ. എച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് ആർ ഇൻറ്റു ഡി ആയിരുന്നു. കെ പ്ലസ് ആർ ഇൻറ്റു ഡി. അതെന്താണ്, മോണിറ്ററി ഈക്വിലിബ്രിയം റിഗാർഡിങ് ഹൈപ്പർവൈഡ് മണി. ഹൈപ്പർവൈഡ് മണിയുടെ ബേസിലുള്ള മോണിറ്ററി ഈക്വിലിബ്രിയം ആയിരുന്നു എച്ച് ഈസ് ഈക്വൽ ടു കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി ഈക്വിലിബ്രിയം വിത്ത് റിഗാർഡ് ടു ദി ടോട്ടൽ മണി സപ്ലൈ, മണി സപ്ലൈയുടെ ബേസിലുള്ള മോണിറ്ററി ഈക്വിലിബ്രിയം എന്ത് കിട്ടി, എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് കെ ഇൻറ്റു ഡി എന്നുള്ളത് കിട്ടി. നമ്മൾ എമ്മിനെ നമ്മുടെ മണി മൾട്ടിപ്ലയർ ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ എച്ച്. അതായത് മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ടോട്ടൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈപ്പർവൈഡ് മണി എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, റേഷ്യോ ഓഫ് ടോട്ടൽ മണി സപ്ലൈ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഹൈപ്പർവൈഡ് മണി ആണ് എന്ത്, മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇനി ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. കാരണം നമുക്ക് സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മണി മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ. അതിനെ നമ്മൾ എച്ചിനും പുതുതായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടി, എമ്മിനും പുതുതായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടി. ഇനി ഈ മൾട്ടിപ്ലയറിന്റെ ഇക്വേഷനിലേക്ക് ഈ ഒരു എക്സ്പാൻഷനും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് മറ്റൊരു രീതിയിലൊരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാം. നോക്കാം. ഇവിടെ 1 പ്ലസ് കെ ഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മണി സപ്ലൈയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എം ആണ്, ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്, എച്ച് എന്ന് പറയുന്നത് ഹൈപ്പർവൈഡ് മണിയാണ് അല്ലെ. കെ പ്ലസ് ആർ ഇൻറ്റു ഡി ആണ് എച്ച് എന്ന് പറയുന്നത്. ഇനി നോക്കാം, എമ്മിന് ക്യാപിറ്റൽ ലെറ്റർ എമ്മിന് സ്ഥാനത്ത് 1 പ്ലസ് കെ ഇൻറ്റു ഡി കൊടുത്തു. എച്ചിന് സ്ഥാനത്ത് എന്ത് കൊടുത്തു, ആർ പ്ലസ് കെ ഇൻറ്റു ഡി അല്ലെങ്കിൽ കെ പ്ലസ് ആർ ഇൻറ്റു ഡി എന്നുള്ളതും കൊടുത്തു. കാരണം ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വെട്ടിപ്പോകും അല്ലേ, രണ്ടും വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളത് എന്താ, എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് കെ ആണ്. അപ്പം നമുക്ക് എം എന്ന് പറയുന്നത് എം ബൈ എച്ച് അല്ലെങ്കിൽ എന്ന് പറയാം 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് കെ എന്നുള്ളതാണ്. ഇനി money multiplier is equal to 1 plus k divided by r plus k, whose value depends on currency deposit ratio and reserve deposit ratio. Currency deposit ratio reserve deposit ratio നെയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുമാണ് എന്ത് കണ്ടെത്തുന്നത്, മണി മൾട്ടിപ്ലയർ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചില്ലെങ്കിലും ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം മണി മൾട്ടിപ്ലയർ കാണാൻ ചിലപ്പോൾ മണി സപ്ലൈയും ഹൈപ്പർവൈഡ് മണിയും നേരിട്ട് തരണം എന്നില്ല. എന്തായിരിക്കാം, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോയും റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോയും തന്നിട്ട് അതിൽ നിന്ന് മണി മൾട്ടിപ്ലയർ കാണാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയണം, ഈ ഒരു ഇക്വേഷൻ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് കെ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇതാണ് മണി മൾട്ടിപ്ലയർ. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും RBI പറയുന്നത് 4 ഫാക്ടേഴ്സാണ് ഇന്ത്യയിൽ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് ബോറോയിങ് ഫ്രം ദി ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഗവൺമെൻറ് ബോറോ ചെയ്യുന്ന എമൗണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രൈവറ്റ് ബോറോയിങ്, പ്രൈവറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെക്ടേഴ്സ് മറ്റു ബാങ്കുകളിൽ നിന്നും ബോറോ ചെയ്യുന്ന മണി. ദെൻ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ നെറ്റ് ഫോറിൻ അസറ്റ്, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ BOP പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് വഴി ഈ ഒരു റിസർവ് ബാങ്കിൻ്റെ നെറ്റ് ഫോറിൻ അസറ്റിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ് കറൻസി ലയബിലിറ്റീസ് ടു ദി പബ്ലിക്കിന് ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റീസ്, പബ്ലിക്കിൻ്റെ മേലെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, കറൻസിയുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഈ 4 ഫാക്ടേഴ്സാണ് മെയിൻലി ഇന്ത്യയിൽ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബാങ്കുകളിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും ബോറോയിങ്സ്. ദെൻ ഫോറിൻ അസറ്റ്, നെറ്റ് ഫോറിൻ അസറ്റിൽ വരുന്ന ചേഞ്ചസ്, RBIയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന മാറ്റം കാരണം അവരുടെ ഫോറിൻ അസറ്റിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ലയബിലിറ്റീസ്, ഗവൺമെൻറ് എന്തെങ്കിലും ലയബിലിറ്റീസ് പബ്ലിക്കിന് മേലുണ്ടെങ്കിൽ, കറൻസിയുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസ് പബ്ലിക്കിന് മേലുണ്ടെങ്കിൽ, ഇത്തരം 4 ഫാക്ടേഴ്സാണ് ഇന്ത്യയിൽ മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് RBI വ്യക്തമാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. നമുക്കറിയാം ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് എന്നുള്ളത്.
അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആവട്ടെ, ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് അക്സെപ്റ്റ് ക്യാഷ് ഇൻ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് എ ലോൺ ഓൺ ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്. അവരെന്ത് ചെയ്യും, പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നും ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും ഒരു പോർഷൻ അവർ ലോണായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ പബ്ലിക്കിന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുക, ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ബാങ്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഇൻഡിവിജ്വല് ലോൺ എടുത്താൽ ആ ലോണ് ബാങ്കുകൾ എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് പേ ദി എമൗണ്ട് ഇൻ ക്യാഷ് ആയിട്ട് ആ എമൗണ്ട് മൊത്തമായിട്ട് കൊടുക്കില്ല. അവർ പകരം എന്ത് ചെയ്യും, ദി ബാങ്ക് ഓപ്പൺസ് എ കറണ്ട് അക്കൗണ്ട് ഇൻ ഹിസ് നെയിം. ആരാണോ ലോൺ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അവർ ലോൺ എടുക്കുന്ന വ്യക്തിയുടെ പേരിൽ ആ ബാങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ ലോൺ എമൗണ്ട്, പാസ്സായ ലോൺ എമൗണ്ട് എന്ത് ചെയ്യും, ഈ ഒരു കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു ലോൺ എമൗണ്ട് എത്രയാണോ ലോൺ എടുത്തിട്ടുള്ളത് ആ ലോൺ എമൗണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ലോൺ എടുക്കുന്ന വ്യക്തിയുടെ നെയിമിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യണം, ഈ ലോൺ എടുക്കുന്ന ആള് ഈ ഒരു എമൗണ്ട് ഈ ഒരു കറണ്ട് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു തുക വിഡ്രോ ചെയ്യേണ്ടതുണ്ട്. ഇത് ബാങ്കുകളുടെ ഒരു സൈക്കോളജിക്കൽ മൂവായിട്ട് പറയാം. കാരണം അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഡിപ്പോസിറ്റ് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയാൽ എല്ലാ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യില്ല, ഈ ഒരു ലോണ് കിട്ടിയ എമൗണ്ട് മൊത്തമായിട്ട് ഫസ്റ്റ് വിഡ്രോ ചെയ്യില്ല. അവർ ചിലരെന്ത് ചെയ്യും, ചിലർ ചെറിയ ഭാഗം വിഡ്രോ ചെയ്തിട്ട് ബാക്കി ഭാഗം അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ബാങ്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്താൻ കാരണം. ഇനി ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന ലോണിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ എല്ലാ ഭാഗവും അവർ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കില്ല. അതിൻ്റെ ഒരു ഭാഗം അവരെന്ത് ചെയ്യും, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അല്ലെങ്കിൽ അത് ബാക്കി ഭാഗം അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും ചെയ്യും. എത്രയാണോ ഡെപ്പോസിറ്റ് കിട്ടുന്നത് ആ ടോട്ടൽ ഡെപ്പോസിറ്റ് മൊത്തമായിട്ട് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ബാങ്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സപ്പോസ് 100% കിട്ടിയ ഒരു ബാങ്കിന് ഇപ്പോൾ 1 crore ഒരു ദിവസത്തെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ ഈ 1 crore അദ്ദേഹം എന്ത് ചെയ്തില്ല, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കില്ല. ലീഗലി എത്രയാണോ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്, RBIയുടെ അടുത്ത് എത്രയാണോ കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്രത്തോളം RBIയുടെ അടുത്ത് കീപ്പ് ചെയ്ത് വെക്കും. ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കും. ബാക്കി എമൗണ്ടിനെ അവരെന്ത് ചെയ്യും, അവരുടെ രീതിയിൽ ലെൻഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്നുള്ള രീതിയിലാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% അവർ ഡെപ്പോസിറ്റും അവർ എന്ത് ചെയ്യില്ല, ബാങ്കുകൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കില്ല. പകരം എന്ത് ചെയ്യും, ഒരു നിശ്ചിത തുക ലീഗലി എത്രയാണ്, റിക്വയർഡ് റേഷ്യോ എത്രയാണ്, റിക്വയർഡ് CRR എത്രയാണ്, RRR എത്രയാണ്, അതെല്ലാം നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും, ആ ലീഗലി റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയുള്ളൂ. ബാക്കി അവരെന്ത് ചെയ്യും, ഫർദർ അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ദസ് ഇറ്റ് ഈസ് ദ റിക്വയർഡ് CRR ദാറ്റ് ബിക്കംസ് ദി ബേസിസ് ഓഫ് ക്രെഡിറ്റ് creation. The smaller the required CRR, the larger the expansion of deposit or credit. അപ്പോൾ CRR എത്രയാണ് അതിനനുസരിച്ചാവും എത്രയാണ് ആ ഒരു ബാങ്കിന് ലോൺ കൊടുക്കാനുണ്ടാവുക എന്ന് തീരുമാനിക്കുന്നത്. CRR കൂടുതലാവുകയാണ് എന്നുണ്ടെങ്കിൽ, CRR മീൻസ് നമ്മൾ പറഞ്ഞു ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ, നിശ്ചിത പോർഷൻ RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആ പോർഷനാണ് CRR എന്ന് പറയുന്നത്. CRR 3% ആവാം, 4% ആവാം, 5%, 6%, എത്രയാവാം. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ്. ഈ സെൻട്രൽ ബാങ്ക് എത്രയാണ് CRR നിശ്ചയിച്ചിട്ടുള്ളത് അത്രയും തുക ഒരു ബാങ്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ കീപ്പ് ചെയ്ത് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി CRR 3% ആണെങ്കിൽ ആ ഒരു ടോട്ടൽ ഡെപ്പോസിറ്റ് 3% RBI കൊണ്ടുപോയിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയും ബാക്കി വരുന്ന 93% അവർ ലോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി CRR കൂടിയാൽ എന്ത് ചെയ്യും, ലോണ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് കുറയും. ഇനി CRR കുറഞ്ഞാലോ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള
എമൗണ്ട് കൂടുകയും ചെയ്യും. കാരണം CRR കുറയുക മീൻസ് കുറഞ്ഞ എമൗണ്ട് RBI കീപ്പ് ചെയ്താൽ മതി, ബാക്കി മൊത്തം എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ CRR കൂടിയാലോ കൂടുതൽ എമൗണ്ട് RBI കീപ്പ് ചെയ്ത് വെക്കേണ്ടി വരും, കുറഞ്ഞ ബാക്കി എമൗണ്ട് മാത്രമേ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് കഴിയൂ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കഴിയും. ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ക്രിയേറ്റഡ് ബൈ ബാങ്കിങ് സിസ്റ്റം ഈസ് 1/R × D എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് D എന്ന് പറയുന്നത് ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ആണ്, R എന്ന് പറയുന്നത് റിക്വയർഡ് CRR ആണ്. എത്രയാണ് CRR എന്ന് പറയുന്നത്. ഈ 1/R എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ആണെന്ത് 1/R എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഡെപ്പോസിറ്റ് ഇൻറ്റു ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ആണെന്ത് നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ക്രിയേറ്റഡ് ബൈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് 1/R × D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ഇൻറ്റു ടോട്ടൽ ഡെപ്പോസിറ്റ് ഓഫ് ദി ബാങ്ക്. ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ എന്താണ്, ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻറ്റു 1/R. R എന്ന് പറയുന്നത് CRR ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഈ ഒരു ആനുപാതികമായിട്ടാണ്, ഇങ്ങനെ ആനുപാതികമായിട്ടാണ് ഒരു ബാങ്ക് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് മണി. മണി എന്ന് പറയുന്നത് ഒരു മണിയുടെ മണീനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് ടാസ്ക് ആണ്. അപ്പോൾ വാട്ട് ഈസ് മണി മീൻസ് വാട്ട് ഇറ്റ് ഡസ് എന്നേ പറയാനാവും. എന്താണ് മണി ചെയ്യുന്നത് അത് തന്നെയാണ് മണി എന്നുള്ളതാണ് മെജോറിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മണിക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. പ്രധാനമായും മണിയുടെ ധർമ്മങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് കണ്ടിൻജന്റ് ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് കണ്ടിൻജന്റ് ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും 2 എണ്ണമാണ്. പ്രൈമറി ഫങ്ഷൻ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മെഷർ ഓഫ് വാല്യൂ. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മെഷർ ഓഫ് വാല്യൂ എന്നുള്ളതാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു മീഡിയമായിട്ട് ആര് പ്രവർത്തിക്കുന്നു, മണി പ്രവർത്തിക്കുന്നു. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഒരു മീഡിയമായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, മണി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് മെഷർ ഓഫ് വാല്യൂ. മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡ് വൺ മെഷർ ഓഫ് വാല്യൂ. മെഷർ ഓഫ് വാല്യൂ മീൻസ് എന്താണ്, ഇതിന് വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ വാല്യൂബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്, മണിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ അതിൽ ആ ഒരു വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ആരാണ്, മണിയാണ് അല്ലേ. നമ്മൾ ബാർട്ടർ സമ്പ്രദായത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വാല്യൂ മെഷർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ ഒരു മണി സിസ്റ്റം വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഒരു വാല്യൂ മെഷർ ചെയ്യാൻ പറ്റി. അവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തിട്ട് തേങ്ങ വാങ്ങുന്നതും തേങ്ങ കൊടുത്തിട്ട് അത്തരത്തിലുള്ള ചില കോംപ്ലിക്കേഷൻസ് എവിടെ നിലനിന്നിരുന്നു, ബാർട്ടർ സിസ്റ്റത്തിൽ നിലനിന്നിരുന്നു അല്ലേ. വലിയ സാധനങ്ങൾ കൊടുത്തിട്ട് ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുക, ചെറിയ സാധനം കൊടുത്തിട്ട് വലുത് വാങ്ങിക്കുക, അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ബാർട്ടർ സിസ്റ്റത്തിൽ നിലനിന്നിരുന്നു. കാരണം എന്തല്ല, വാല്യൂ മെഷർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ മണി എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ വാല്യൂവിനെ മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഫംഗ്ഷൻസ് ആയിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡറി ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്. ഡെഫേർഡ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഫ്യൂച്ചർ പേയ്മെന്റ് നടത്താനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, മണി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് ആണ്. ദെൻ സ്റ്റോർ ഓഫ് വാല്യൂ, നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ബാർട്ടർ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ പെരിഷബിൾ ഗുഡ്സിനെ നമുക്ക് സെയിൽ ചെയ്തിട്ട് മണിയുടെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, കീപ്പ് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗുണം എന്തുണ്ട്, ഈ ഒരു മണി കൊണ്ടുണ്ട്. അത് മണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ദെൻ ദി തേർഡ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മണിയുടെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നിന്നും എന്താണ്, മൂവബിൾ ആണ്. മണി എന്ന് പറയുന്നത് മൂവബിൾ ആണ്. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതായിരുന്നു സെക്കൻഡറി ഫംഗ്ഷൻ അല്ലെ. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് ദി തേർഡ് കാറ്റഗറി ഈസ് കണ്ടിൻജന്റ് ഫംഗ്ഷൻ.
കണ്ടിൻജന്റ് ഫംഗ്ഷൻസ് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആര് സഹായിക്കുന്നു? മണി സഹായിക്കുന്നു. ദെൻ ഇക്വേറ്റിംഗ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ്. മാർജിനൽ യൂട്ടിലിറ്റീസിനെ ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബേസിസ് ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിന്റെ ഒരു ബേസിസ് ആയിട്ട് മണി പ്രവർത്തിക്കുന്നു. ലിക്വിഡിറ്റി ടു വെൽത്ത് അല്ലെ, ലിക്വിഡിറ്റി ടു വെൽത്ത്, വെൽത്തിന്റെ ഒരു ലിക്വിഡ് വേർഷൻ ആയിട്ടും മണി പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മണിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടുള്ള നമ്മുടെ മണിയുടെ ധർമ്മങ്ങൾ. താങ്ക് യു ഫോർ ലേണിംഗ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.